ഇത് 2ULൻ്റെ ഡ്രില്ലർ പെന്നാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ റിലൈഫിൻ്റെ ബ്രാൻഡിൽ ചെയ്തിരുന്നു ഡ്രില്ലർ പെൻ. പിന്നെ വേറെ 2-3 ബ്രാൻഡ് കൂടി വരുന്നുണ്ട്. പെന്നും അതിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഈ 2ULൻ്റെ ഡ്രില്ലർ പെന്നിൽ നമ്മൾ റിലൈഫിൻ്റെ ഇതിൻ്റെ മുന്നേ ചെയ്തിരുന്നല്ലോ ഒരു RL068 എന്ന് പറഞ്ഞിട്ട് ഡ്രില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ടൂള് മാത്രം ചെയ്തിരുന്നു. പെന്നല്ല നമ്മൾ സാധാരണ OCA മോട്ടറിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള അതും ഇതിൽ കണക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെന്നിൻ്റെ നിബോ കാര്യങ്ങളോ കംപ്ലൈൻ്റ് ആയി വരികയാണെങ്കിലും ആ റിലൈഫിൻ്റെ ഡ്രില്ലർ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ ഇതുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഇതിൽ വേണം കണക്ട് ചെയ്യുക. അതേമാതിരി തന്നെ ഈ ടൂള് മതിയാവില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വരുന്ന ടൂള് മതിയാവില്ല എന്നുണ്ടെങ്കിൽ ആ റിലൈഫിൻ്റെ വേറെ പോളിഷ് ചെയ്യുന്നത് ആ ബ്രഷൊക്കെ വരുന്ന ടൂള് വേറെ എക്സ്ട്രാ അത് മാത്രം വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഇത്ര നിബ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ എത്ര ഏകദേശം 10 ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ടൈപ്പ്. അതിൽ കുറേ കട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്, ഫ്രെയിം കട്ട് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ സ്ക്രൂ അയക്കാൻ പറ്റാത്തത് അത് കട്ട് ചെയ്തിട്ട് സ്ക്രൂ ആക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രമാത്രം സക്സസ് ആവുമെന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. പക്ഷേ നല്ല സ്പീഡുണ്ട് കേട്ടോ വിചാരിച്ചതിനെക്കാട്ടി. ഇതിൻ്റെ മുന്നേ ഉപയോഗിച്ച റിലൈഫിനെക്കാട്ടിയൊക്കെ കയ്യിൽ അത്യാവശ്യം പിടിക്കാൻ ഒതുങ്ങുന്ന ടൈപ്പാണ്. സ്പീഡും അത്യാവശ്യമുണ്ട്. ഒരു 3 കൺട്രോളുണ്ട്. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന, കൂട്ടുന്ന, മുറിക്കുന്ന, ലെഫ്റ്റ് റൈറ്റും വേറെ ബട്ടനും ഉണ്ട്. പിന്നെ ഓൺ ഓഫ് ബട്ടൺ അമർത്തി പിടിക്കാൻ നിർബന്ധമില്ല. ജസ്റ്റ് ഒരു പ്രാവശ്യം ഓൺ ആയത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റേതിന് ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ടേ ഇരിക്കണം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ആ പ്രശ്നമില്ല. പിന്നെ ഫ്രണ്ടിലത്തെ കേസ് കുറച്ചൊരു മെറ്റൽ കേസാണ്. പിന്നെ ബാക്കിലെ ബാറ്ററി വരുന്ന ഭാഗവും സ്വിച്ച് വരുന്ന ഭാഗവും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കേസാണ്. പിന്നെ കുഴപ്പമില്ലാത്ത നല്ലൊരു കളറുമാണ്. ചാർജബിളാണ് വരുന്നത്. ചാർജബിൾ കേബിളും ഉണ്ട് അതിൻ്റെ കൂടെ. പിന്നെ ഡ്രില്ലിങ് ടൂളും ഉണ്ട്. ഇത് പിന്നെ ഇതിനെ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പെന്ന്. പക്ഷെ ഇത്രത്തോളം തന്നെ ഫ്രെയിം കട്ട് ചെയ്യുന്ന സാധനം ഇതിൻ്റെ കൂടെ വരുന്നേ ഉള്ളൂ. ഫ്രെയിമിൻ്റെ തറ്റത്ത് ബ്ലേഡ് മാതിരിയായിട്ട് വരുന്ന ഫിറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും സുഖം. ജസ്റ്റ് പ്രസ് ചെയ്തിട്ടാൽ തന്നെ ഫിറ്റ് ആവും. അതേമാതിരി തന്നെ ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വെച്ച് റിമൂവ് ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ അതൊരു അത്ഭുതം. റിലൈഫിൻ്റെ ആ ടൂളിൽ കണക്റ്റ് ആവുന്ന രണ്ടും ഒരേ സെയിം വലുപ്പമായിരിക്കും ആ ഡ്രില്ലറിൻ്റെ. പിന്നെ അത് വാങ്ങി കംപ്ലൈൻ്റ് ആയി കിടക്കുന്നവരുണ്ടെങ്കിൽ ഇത് വാങ്ങുകയാണെങ്കിൽ ഈ മോട്ടറിലേക്ക് ഇടാം. പക്ഷേ ഇതൊക്കെ പിന്നെ അത്ര ഡീപ്പ് IC വർക്ക് എടുക്കുന്നവരൊക്കെ ഡ്രില്ലറൊക്കെ വാങ്ങി ഉപയോഗിക്കുള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഉള്ളൊരു പഴയ ബോർഡാണ്. സൺഷൈൻ്റെ ബോക്സ് എല്ലാം യൂസ്ഫുള്ളാണ് കേട്ടോ. ഈ സാധനം വെക്കാനൊക്കെ ഐഫോണിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ അതും കുറേ പോകുന്ന മോഡലാണ്. പക്ഷെ ബോക്സ് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. മെയിനായിട്ട് ഐഫോണിൻ്റെ ബോർഡ് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബോക്സിന് 3 റോ വരുന്നുണ്ട്. മുകളിൽ 2, അടിയിൽ 1. ഇതിൽ മുകളിലൊന്ന് ഐഫോണിൻ്റെ ബോർഡും പിന്നെ ഇപ്പുറത്ത് സൈഡിൽ വരുന്നത് ഫോണിൻ്റെ സ്ക്രൂ ഒക്കെ വെക്കാൻ നമ്പർ ഇട്ടിട്ട് ചെറിയ ബോക്സ് വരുന്നുണ്ട്. ആ സ്ക്രൂ ഇട്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവുക ചെയ്യില്ല. ആ ചെറിയ റോല് പോയി നിന്നോളൂ. അത് വേറെ വഴി ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. എപ്പോഴെങ്കിലും സമയമുള്ള സമയത്ത് ഏകദേശം 200 രൂപേൻ്റെ ഉള്ളിൽ ആ ബോക്സിന് വരുന്നുള്ളൂ. അതാ ഇത് ഇവിടെയുള്ളൊരു പഴയ ഫോണിൻ്റെ IC ചെയ്ത് നോക്കും. സക്സസ്. മറ്റേ ഇതിൻ്റെ മുന്നേ ചെയ്ത ഡ്രില്ലറിനെക്കാട്ടി അത്യാവശ്യം നല്ല സ്പീഡ് കൂടുതലുണ്ട്. പെട്ടെന്ന് ക്ലിയർ ആവുന്നുണ്ട്, പൊടിഞ്ഞു വരുന്നുണ്ട്.
ഇതാണ് ആ റീലൈഫിൻ്റെ ആ ടൂള് വരുന്നത്. അത് ഇതിൽ കണക്ട് ചെയ്യുക. അതിൽ പിന്നെ പോളിഷ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ആ വൈറ്റ് വരുന്നത് ഡിസ്പ്ലേ പോളിഷിങ്ങിന് ഓസിയെ ക്ലിയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആ വൈറ്റ് കളർ വരുന്നൊരു ക്ലോത്ത് വരുന്നൊരു ഇത് ആ ഡ്രില്ലറിൻ്റെ സാധനമില്ലേ, അതൊന്നും അധികം ആൾക്കാർ ഉപയോഗിക്കലില്ല വൈറ്റ് വരുന്നത്. സാധാരണ ഇതിൻ്റെ മുന്നേ ആ മോട്ടറിൻ്റെ ഓസിയെ ഗ്ലൂ റിമൂവ് ചെയ്യുന്ന മോട്ടറിൻ്റെ കൂടെ തന്നെ ആ വൈറ്റ് പോളിഷിങ്ങും ഓസിയെ ഒഴിവാക്കുന്നൊക്കെ വന്നിരിക്കണം. പക്ഷെ അതങ്ങനെ ഉപയോഗിക്കുന്നതായിട്ടാരും കണ്ടിട്ടില്ല. ഇപ്പോൾ റിലൈഫിൻ്റെ ഇതിൻ്റെ കൂടെ ഇതിൽ സുഖമായിട്ട് കണക്ട് ആയി കിട്ടുന്നുണ്ട്. ഇത് ആ റിലൈഫിൻ്റെ ആ ഫ്രെയിം കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ്. അത് ഇതിൻ്റെ കൂടെ വരുന്നതിനെക്കാട്ടി അത്യാവശ്യം കൂടി കുറച്ചുകൂടി വലുപ്പമുണ്ട് ആ ബ്ലേഡിന്. ഇത് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആ വൈറ്റ് വരുന്ന പോളിഷ് ഓസി ഒഴിവാക്കാനൊക്കെ. ഒരു കസ്റ്റമർക്ക് വരുന്ന സമയത്ത് ഈ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുന്ന നിരക്കൊക്കെ ആണെങ്കിൽ പോളിഷ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ഒരു തൃപ്തി വരും. അതിനൊക്കെ ഉപയോഗിക്കുക. പിന്നെ സ്ക്രൂ അയക്കാൻ പറ്റാത്ത കട്ട് ചെയ്തിട്ട് ഡ്രില്ലറിൻ്റെ ഉള്ളിൽ വെച്ച് കട്ട് ചെയ്തിട്ട് സ്ക്രൂ ആക്കി മാറ്റുന്ന വീഡിയോ ഒക്കെ ഉണ്ട് ഇവർ 2Uul സൈറ്റിലൊക്കെ. പക്ഷെ അതൊക്കെ എത്ര സക്സസ് ആണെന്നറിയില്ല. ലെഫ്റ്റ് ടു റൈറ്റ് വരുന്നുണ്ട്. ആ പവർ ബട്ടൻ്റെ അടിയിലുള്ള ബട്ടൺ ലെഫ്റ്റ് ടു റൈറ്റ് വെക്കുന്നു. പിന്നെ ഏറ്റവും അടിയിൽ വരുന്ന 3 ബട്ടന് സിഗ്നലും അതിൽ 3 ബട്ടൺ വരുന്ന ആ സ്പീഡിൻ്റെ കൺട്രോളാണ്. 3 കൺട്രോൾ ഉണ്ട്. സ്പീഡ് വരുന്നു 1 2 3 പറഞ്ഞ സ്റ്റെപ്പായിട്ട് വരുന്നു. അതിൻ്റെ റിലൈഫിൻ്റെ എല്ലാ കണക്ടറിൽ കറക്റ്റായിട്ട് കണക്ട് ആവുന്നുണ്ട്. പിന്നെ ചാർജിങ് പോർട്ട് ബാക്കിൽ വരുന്നുണ്ട്. ഇത് പിന്നെ അതിൻ്റെ കണക്ടറായിട്ട് വരുന്നതിൻ്റെ സൈസാണ്. ഡിസ്പ്ലേൻ്റെ ബാക്കിൽ ഐസിയൊക്കെ ഡ്രിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേൻ്റെ ഫ്രെയിം സൈഡ് ചതുങ്ങിപ്പോയതൊക്കെ ഡ്രിൽ ചെയ്ത് നേരെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഐഫോണിൻ്റെ ഒക്കെ ഫ്രെയിമിൽ ഡിസ്പ്ലേ കയറാത്ത. പക്ഷെ അതൊക്കെ അത്ര ക്ഷമ എടുത്ത പണിയാണ്. അത്ര നേരെ ഇടുന്ന് ചെയ്യേണ്ടി വരും. ഇവിടെ എല്ലാവരും പ്ലെയർ എടുത്ത് നിർത്താനുള്ളത്. മൊബൈലിലെ ടൂളുകൾ വരുന്നതിന് ഇപ്പം കണക്കില്ല. പണ്ടൊരു ബ്ലോവറും ഒരു സോൾഡറിങ് അയണും മാത്രം മതിയായിരുന്നു.